പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വേദ മേരി ചേച്ചിയുടെ കൂടെ തേയിലത്തോട്ടത്തിലേക്ക് ജോലിക്കായി പോവുകയാണ്. വിക്രമത്തിന് അതിൽ നല്ല വിഷമമുണ്ട്. എന്നാലും വേദയുടെ ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് വിക്രം വിചാരിക്കുകയാണ്. ഈ സമയത്ത് ശ്രീകാന്ത് ആണെങ്കിൽ പുതിയ ഓരോ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും വേദയും വിക്രമത്തെയും കണ്ടെത്തണം. അതിനുവേണ്ടി വേദയുടെയും വിക്രത്തിൻ്റെ ഒരു പഴയ ഫോട്ടോ വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ്. അത് വിക്രമാണെങ്കിൽ ഒരു കൊലയാളി എന്ന രീതിയിലാണ് ശ്രീകാന്ത് അത് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്നത്. അപ്പം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഈ കുരുക്കിൽ അവൻ പെടാതിരിക്കത്തില്ല. കാരണം ഇപ്പോഴാരാണ് സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നത്? ഏതെങ്കിലും ഒരാൾ ഇത് കാണും. ഏത് കാട്ടുമുക്കിലായാലും അവൻ ഒളിച്ചിരിക്കുന്നിടത്തുനിന്ന് പുറത്തു വരും എന്ന് ചന്ദ്രശേഖരൻ പറയുകയാണ്. ഇത് കണ്ട് അവന് മനസ്സിലായാൽ ആരായാലും ഒന്നി പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവനെ എവിടെ നിന്നായാലും അവിടെ നിന്ന് അടിച്ചിറക്കി വിടുകയോ ചെയ്യും എന്ന് ചന്ദ്രശേഖരൻ പറയാണ്. ശ്രീകാന്ത് പറയാണ്, അവന് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കൈ കിട്ടിയാലേ നമ്മൾ വിചാരിക്കുന്ന പോലെ പ്ലാനൊക്കെ നടത്തുള്ളൂ. അവർ എത്ര ദിവസം കൂടുതൽ ഒളിച്ചിരിക്കുന്നു അത്രയും നമുക്ക് കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാവുമെന്ന് ശ്രീകാന്ത് ചന്ദ്രശേഖരൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പം ചന്ദ്രശേഖർ പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, ഈ ചക്രവ്യൂഹത്തിൽ അവൻ അകപ്പെടുക തന്നെ ചെയ്യും. രണ്ടിനെ നമ്മൾ കൈയോടെ പൊക്കുകയും ചെയ്യും. അവരുടെ കൂടെ ആ അനിയൻകുട്ടൻ കാണും, അത് ഉറപ്പാണ്. പിന്നെ വിക്രത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അനിയൻകുട്ടനെ കണ്ടുപിടിക്കുന്നതിൽ ഒരു പാടുമില്ല. കണ്ടു കഴിഞ്ഞാൽ രണ്ടിനെ അപ്പോഴേ തട്ടിയേക്കണം എന്ന് ശ്രീകാന്തിൻ്റെ അടുത്ത് ചന്ദ്രശേഖരൻ പറയാണ്. പിന്നെ അവളെ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇത്രയൊക്കെ സംഭവിക്കുമ്പം എന്തായാലും പിന്നെ നമ്മൾ പറയുന്നത് കേൾക്കാതിരിക്കാൻ അവൾക്ക് പറ്റത്തില്ല എന്ന് ചന്ദ്രശേഖരൻ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയാണ്. അങ്ങനെ അവരാണെങ്കിൽ വിക്രത്തെയും വേദയും അതേപോലെ അനിയൻകുട്ടനെയും കണ്ടുപിടിക്കാനുള്ള പുതിയ കെണിയൊരുക്കി കാത്തിരിക്കുകയാണ് ചന്ദ്രശേഖരൻ ശ്രീകാന്തും. ഈ സമയത്ത് വേദയാണെങ്കിൽ മേരി ചേച്ചിയുടെ ജോലിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ മാനേജർ ജോബിക്കാണെങ്കിൽ വേദയുടെ ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. മാത്രവുമല്ല വേദയിൽ എന്തോ കള്ളത്തരം ഉണ്ടെന്ന് ഉറപ്പാണ്. ആ കള്ളത്തരത്തിൽ എന്തോ സംശയവും ജോബിക്കുണ്ട്. അപ്പം വേദ അവിടെ ജോലി ചെയ്യുമ്പോഴും ജോബിയുടെ നോട്ടം വേദ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് വേദയ്ക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്താ ഇവനിങ്ങനെ നോക്കുന്നതെന്ന് പലവട്ടവും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പം ഇനി ഞങ്ങളെ സംശയമുണ്ട്, എന്നെ സംശയമുണ്ടോ, എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഒരു തോന്നൽ വേദയ്ക്ക് ഉള്ളിൽ വരുന്നുണ്ട്. ജോബിയാണെങ്കിൽ ആ തോന്നൽ ജോബിയുടെ ഉള്ളിലുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ജോബിയുടെ ലക്ഷ്യങ്ങളും മോശമായിരുന്നു. ജോലിക്ക് വരുന്നവരുടെയൊക്കെ എല്ലാവരുടെയും ഒപ്പിടിപ്പിച്ച് വാങ്ങിക്കുന്ന ജോലി മാനേജറിനായിരുന്നു. അങ്ങനെ അത് വേദയെടുത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ വേദയെടുത്ത് പറയുകയാണ്, ഇതിനകത്ത് ഒപ്പിട്ട് തരണം എന്ന് പറയാണ്. നീ ഏതോ പ്രേമ നായികയാണെന്നാണ് മേരി ചേച്ചി പറഞ്ഞത്. പക്ഷേ നിന്നെ എനിക്ക് എവിടെയോ കണ്ടൊരു പരിചയമുണ്ട്, അതെനിക്ക് ഓർമ്മയില്ല. അപ്പം പ്രേമനായികയായതുകൊണ്ട് എന്തായാലും നല്ല ധൈര്യം കാണുമല്ലോ. വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ചായിരിക്കുമല്ലോ ഇവിടെ വന്ന് നിൽക്കുന്നത്. എൻ്റെ ഭർത്താവിന് എവിടെയെങ്കിലും ജോലി ശരിയായോ എന്ന് ചോദിക്കാണ്. അത് പള്ളിയിൽ മൈക്കിൾ അച്ഛൻ്റെ അടുത്ത് പോകുന്നുണ്ട്, അവിടെ എന്തൊക്കെയോ ജോലി ഉണ്ടെന്ന് ഗീവർഗീസ് ചേട്ടൻ പറഞ്ഞത്, അവിടെ പോകുന്നുണ്ട് എന്ന് പറയാണ്. ഓഹോ, അപ്പം എൻ്റെ ഭർത്താവിനും ജോലി റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ നിനക്കെന്തെങ്കിലുമൊക്കെ സഹായം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ സഹായിക്കാൻ എനിക്ക് നല്ല മനസ്സുണ്ടെന്ന് ജോബി വേദയെടുത്ത് പറയാണ്. ആ പറയുന്നത് വേദയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ജോബിയാണെങ്കിൽ പല അർത്ഥവും മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. വേദ പറയാണ്, എനിക്ക് സാറിൻ്റെ സഹായമൊന്നും വേണ്ട എന്ന് പറയാണ്. അപ്പം ജോബി പറയാണ്, സഹായം വേണ്ടപ്പം ചോദിച്ചാൽ മതി, എനിക്ക് വേദയെ സഹായിക്കുന്നതിന് നല്ല താല്പര്യമുണ്ടെന്ന് പറയാണ്. അപ്പോഴത്തേക്കും മേരി ചേച്ചി അങ്ങോട്ട് വരികയാണ്. മേരി ചേച്ചി ചോദിക്കുകയാണ്, എന്താ സാറ്? ഒന്നുമില്ല, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞതാ ഈ കുട്ടിയെടുത്ത്. അപ്പം മേരി പറയാണ്, അത് മൈക്കിൾ അച്ഛനും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം കുഴപ്പമൊന്നുമില്ല സാറേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാറിനെ വന്ന് ഞങ്ങൾ സഹായം ചോദിച്ചോളാം എന്ന് പറയുകയാണ്. ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ജോബി അങ്ങ് പോവുകയാണ്. പക്ഷേ ജോബി ആ ചോദിച്ചതെല്ലാം തെറ്റായ ലക്ഷ്യത്തോടെയാണെന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ ഒരു സങ്കടവും വിഷമമൊക്കെ വേദയ്ക്ക് വരുന്നുണ്ട്. ഇതങ്ങനെ വിക്രത്തിനോട് പറയാൻ പറ്റൂ? ആ സമയത്ത് വിക്രം വന്ന് ജോബിയെ അടിച്ച് പഞ്ഞിക്കിടുമെന്ന് വേദയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇത് വിക്രത്തിനോട് പറയാനും പറ്റുന്നില്ല. അങ്ങനെ വേദ നല്ല വിഷമത്തിൽ തന്നെയാണ്. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്ക് വേദയുടെ മുഖം കാണുമ്പോൾ എന്തോ ഒരു വിഷമമുള്ളത് വിക്രത്തിന് തോന്നുന്നുണ്ട്. അപ്പം വിക്രം ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി വേതാളമേ? വേതാളത്തിൻ്റെ മുഖമെല്ലാം വല്ലാതിരിക്കുന്നല്ലോ. ഒന്നുമില്ല, ഇന്ന് ആദ്യമായിട്ട് ജോലിക്ക് പോയതിൻ്റെ ഒരു പ്രശ്നം അത്രയേ ഉള്ളൂ. ഇത്രയും ചൂടും ഒക്കെ കൊണ്ടല്ലേ, പിന്നെ അറിഞ്ഞുകൂടാത്ത ജോലിയല്ലേ, അത് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് എന്ന് വേദ പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, ഞാൻ പറഞ്ഞതല്ലേ ജോലിക്ക് പോകണ്ടെന്ന്, പിന്നെ എന്തിനാണ് പോയത്? നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യം പറ്റുന്ന കാര്യം മാത്രം ചെയ്താൽ പോരെ എന്ന് വിക്രം ചോദിക്കണം. അപ്പോൾ വേദ പറയാണ്, അതൊക്കെ കുഴപ്പമില്ല വിക്രം, 2-3 ദിവസം ആകുമ്പോഴത്തേക്ക് അങ്ങ് ശരിയായിക്കോളൂ. അപ്പം വിക്രം പറയാണ്, അത് മാത്രമല്ല മറ്റെന്തോ പ്രശ്നമുണ്ട്, എന്നോട് പറയാൻ പറ്റുവാണെങ്കിൽ പറയാണ് വിക്രം. വേദ പറയാണ്, ഒന്നുമില്ല, അവിടെ ഒരു മാനേജറുണ്ട് ജോബി,
അയാൾക്കാണെങ്കിൽ എന്നെ എന്തോ സംശയമുള്ളത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. അയാളുടെ സംസാരത്തിൽ അങ്ങനെ തോന്നി, എന്നെ എവിടെയൊക്കെയോ കണ്ട് പരിചയമുണ്ടെന്ന് അയാൾ പറയുന്നത്. അപ്പം വിക്രം പറയാണ്, ഞാൻ ഇന്നാളെ പറഞ്ഞില്ലേ നിനക്കത് തോന്നിയായിരിക്കും, അത് വിട്ടേരെ. നിനക്ക് കൂടുതൽ എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ പോകണ്ട എന്ന് വിക്രം പറയാണ്. അപ്പോൾ വേദ പറയാണ്, നമുക്കത് തോന്നുന്നതായിരിക്കും, നമ്മളിങ്ങനെ ഒളിച്ച് താമസിക്കുന്നുണ്ട് തോന്നുന്നതായിരിക്കും എന്ന് പറയാണ്. ഈ സമയത്താണെങ്കിൽ ജോബിയുടെ കയ്യിൽ ശ്രീകാന്ത് സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ച് ആ വീഡിയോ കിട്ടുമ്പം അതിനകത്ത് വേദയെ കാണുന്നുണ്ട്. അത് കാണുമ്പം ജോബി പറയാണ്, ഇത് അവിടെ ജോലിക്ക് പുതിയതായിട്ട് വന്ന ആ വേദ എന്ന് പറയുന്ന ആളല്ലേ ഇത് എന്ന് ശ്രീകാന്ത് വിചാരിക്കുകയാണ്. അപ്പം കൂടെ താലി കെട്ടുന്ന ഭർത്താവിൻ്റെയും ഫോട്ടോ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൊലയാളി എന്നാണ് കൊടുത്തിരിക്കുന്നത്. കൊലയാളിയുടെ മിന്നുകെട്ട് എന്ന രീതിയിലാണ് ശ്രീകാന്ത് പ്രചരിപ്പിച്ചിരിക്കുന്നത്. അപ്പം ജോബി വിചാരിക്കുകയാണ്, അപ്പം ഇയാളൊരു ക്രിമിനലായിരുന്നു, ക്രിമിനലിൻ്റെ ഭാര്യയാണോ, അവർ വന്ന് ഒളിച്ച് താമസിക്കുകയാണോ? എനിക്ക് അപ്പോഴേ തോന്നി ഇവർക്ക് എന്തോ കുഴപ്പമുണ്ട്, ഇവരെന്തോ കള്ളത്തരം ചെയ്തിട്ടാണ് ഇവിടെ വന്ന് താമസിക്കുന്നതെന്ന് എനിക്ക് അപ്പോഴേ ഒരു സംശയമുണ്ടെന്ന് ജോബി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പം അതാണ് കാര്യം. ഞാൻ അപ്പോഴേ ആ കുട്ടിയെ കണ്ടപ്പോഴേ, വേദയെ കണ്ടപ്പോഴേ വിചാരിച്ചിട്ടുണ്ട്, ആ കുട്ടി ഇങ്ങനൊരു ജോലിക്ക് ആദ്യമായിട്ടായിരിക്കും പോകുന്നത്, വേറെ എന്തൊക്കെയോ ആണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ടെന്ന് എനിക്ക് അന്നേരേ തോന്നി. അപ്പോൾ ഇതാണ് കാര്യം, ഇവിടെ വന്ന് ഒളിച്ച് താമസിക്കുക, ഭർത്താവ് ഒരു കൊലയാളിയല്ലേ എന്നിങ്ങനെ ജോബി വിചാരിക്കുകയാണ്. ഇത് വെച്ചൊരു കളി കളിക്കാം എന്ന് ജോബി വിചാരിക്കുകയാണ്. വേദ പിറ്റേ ദിവസവും ജോലിക്ക് മേടിച്ചിലൂടെ വരുന്നുണ്ട്. അങ്ങനെ ജോബിയാണെങ്കിൽ പിറ്റേ ദിവസവും വേദയെടുത്ത് ഇതുപോലെ ഒപ്പിടിപ്പിക്കാൻ വേണ്ടി പേപ്പറായിട്ട് വരുന്നുണ്ട്. അപ്പം വന്ന ഉടനെ വേദയാണെങ്കിൽ അത് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ജോബിയാണെങ്കിൽ ഒരു വൃത്തികെട്ട രീതിയിൽ വേദയെ നോക്കുന്നതൊന്നും വേദയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ജോബി പറയാണ്, അതേ ഒരു ക്രിമിനലിൻ്റെ ഭാര്യയാണില്ലേ എന്ന് ചോദിക്കുകയാണ്. ഒരു കൊലയാളിയുടെ ഭാര്യയാണ്, ഞാൻ അറിഞ്ഞു എന്ന് ജോബി പറയാണ്. ഇത് കേൾക്കുമ്പോൾ വേദ ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. മനസ്സിലായില്ലേ, രണ്ടുപേരും ഇവിടെ വന്ന് ഒളിവിൽ താമസിക്കുകയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഇപ്പം രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഇപ്പം പോലീസ് ഇവിടെ വരും, നിൻ്റെ ഭർത്താവിനെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ വേദയാണെങ്കിൽ ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരിക്കുകയാണ്. എന്താ നീയൊന്നും പറയാത്തത്, നിനക്ക് മനസ്സിലായില്ലേ, നീയും നിൻ്റെ ഭർത്താവും കൂടെ ഇവിടെ ഒളിച്ചു വന്ന് താമസിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ചിലപ്പം ഈ നിൽക്കുന്ന നാട്ടുകാർക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല, കാരണം അവർ ഈ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഫോണോ ഒന്നും കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ല. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും എവിടെ പോയി ഒളിച്ചിരുന്നാലും. എന്തായാലും നിന്നെ ഇപ്പം പോലീസിനെ വിളിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാലേ നീയും നിൻ്റെ ഭർത്താവും അതോടകത്താവും. അപ്പം വേദ ഇങ്ങനെ പറയാണ്, അങ്ങനൊന്നും ചെയ്യല്ലേ സാറേ, ഞങ്ങളുടെ ഗതികേട് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് താമസിച്ചതെന്ന് പറയാണ്. അപ്പം ജോബി പറയാണ്, അതെനിക്ക് മനസ്സിലായി, ഒരു കാര്യം ചെയ്യാം, നിനക്ക് വേണ്ടി ഞാനൊരു വിട്ടുവീഴ്ച അങ്ങ് ചെയ്യാം. ഒരു കാര്യം നിനക്ക് ഞാൻ സഹായിക്കുന്ന പോലെ എന്നെയും നീ സഹായിക്കുക. അപ്പം വേദ ചോദിക്കുകയാണ്, ഞാൻ എന്താ സാറിന് വേണ്ടി സഹായിക്കേണ്ടത്, അത് എൻ്റെ കുറച്ച് ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്, അത് നീ നടത്തിത്തരണം എന്ന് പറയുകയാണ്. അപ്പോൾ വേദ ഇങ്ങനെ സംശയത്തോടെ നോക്കുകയാണ്. നിനക്ക് മനസ്സിലായില്ലേ, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ നീ നടത്തിത്തരണം, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാം, പകലൊക്കെ നിൻ്റെ ഭർത്താവ് പള്ളിയിലേക്ക് പോകത്തില്ലേ, അപ്പോൾ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാം എന്ന് പറയാണ്. അപ്പോൾ വേദയാണെങ്കിൽ ദേഷിച്ച് പറയാണ്, സാർ അനാവശ്യം എന്നോട് പറയല്, എന്താ അനാവശ്യമാണോ ഇത്, അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം എന്ന് പറയാണ്. ഞാനിപ്പോൾ ഒന്ന് കോൾ ചെയ്താൽ മതി, ഇപ്പോൾ ഇവിടെ പോലീസ് വരുമെന്ന് പറയാണ്. നിൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ ഞാനൊരു സഹായം പറഞ്ഞതേ ഉള്ളൂ, നിനക്ക് വേണമെങ്കിൽ നീ കേട്ടാൽ മതി, എന്തായാലും മറുപടി എനിക്ക് ഉടനെ കിട്ടണം എന്ന് പറയാണ്. വേദ ആകപ്പാടെ ടെൻഷനിലാണ്. അപ്പോഴത്തേക്ക് ടെൻഷനും വിഷമമൊക്കെ കാരണം വേദയ്ക്ക് ആകപ്പാടെ അങ്ങ് വയ്യാതാവുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ വിക്രം വൈകിട്ട് വരുമ്പോൾ വേദ പനിച്ച് വിറച്ചിങ്ങനെ കിടക്കുകയാണ്. അപ്പം വിക്രം ചോദിക്കുന്നുണ്ട്, ഇതെന്ത് പറ്റിയുടെ, താൻ രാവിലെ ഇവിടുന്ന് പോയപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, പെട്ടെന്ന് എന്ത് പറ്റി പനി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, ഒരു പ്രശ്നമില്ല, ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നിൽക്കുന്നതുകൊണ്ട് അതങ്ങ് മാറിക്കോളും. അപ്പോഴത്തേക്ക് വിക്രത്തിന് നല്ല വിഷമമാവുന്നുണ്ട്. വിക്രമാണെങ്കിൽ കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് വേദയ്ക്ക്. നെറ്റിയിൽ തുണിയൊക്കെ നനച്ചിട്ട് വേദയെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പം വേദയ്ക്കാണെങ്കിൽ നല്ലതായിട്ട് വിഷമം വരുന്നുണ്ട്. വിക്രത്തെ കൈ പിടിച്ച് ഇങ്ങനെ ചേർത്ത് വെക്കുന്നുണ്ട്. അപ്പം വിക്രം ചോദിക്കണം, എന്ത് പറ്റിയോടോ? ഒന്നുമില്ല, വിക്രം എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങും പോകല്ലേ, എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവണം, അതെന്താ എനിക്ക് പെട്ടെന്നൊരു ഭയം വന്ന പോലെ. ഒന്നുമില്ല, എൻ്റെ കൂടെ തന്നെ കാണണേ വിക്രം എന്ന് പറയാണ്. അങ്ങനെ വേദയാണെങ്കിൽ പതുക്കെ ഉറങ്ങുവാണ്. അങ്ങനെ പനിയൊക്കെ കുറയുന്നുണ്ട്. പിറ്റേന്നാണെങ്കിൽ വേദയെ തേയിലത്തോട്ടത്തിൽ കാണാതെ ജോബിയാണെങ്കിൽ നേരെ തിരക്കി വീട്ടിലേക്ക് വരികയാണ്. വന്ന് അവിടെ കതവിൽ വന്ന് തട്ടുമ്പോൾ വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, എന്തായാലും വിക്രം പള്ളിയിലേക്ക് പോയതാക്കാണ്, ഈ സമയത്ത് മറ്റാരും ഇല്ല വരാൻ.
അങ്ങനെ വേദ ബാക്കിൽ കൂടെ വന്ന് നോക്കുമ്പോൾ ജോബി നിൽക്കുന്നു. അത് കാണുമ്പോഴേ വേദയ്ക്ക് ആകപ്പാടെ ഭയമാവുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം അവൻ്റെ ഉദ്ദേശം നല്ലതല്ല. മാത്രമല്ല വിക്രം വന്നു കഴിഞ്ഞാൽ ഇവനെ പഞ്ഞിക്കിടുമെന്ന് വേദയ്ക്ക് ഉറപ്പാണ്. ആകപ്പാട് പുതിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വേദയ്ക്ക് തോന്നുകയാണ്. അങ്ങനെ ഭയന്ന് വിറച്ച് വേദ ഇങ്ങനെ പുറകെ കൂടെ നോക്കുമ്പോൾ ഇവൻ അവിടെ വന്ന് നിന്ന് ഡോറി തട്ടുന്നു. ജോബിയെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട് വേദയ്ക്ക്. ജോബിയുടെ ഉദ്ദേശം നല്ലതല്ലെന്ന് വേദയ്ക്ക് അറിയാം.